So now we'll come to the problems of arches. First we'll see a parabolic arch, 3-hinge parabolic arch of span 50 meter. Span is 50 meter, rise is 12.5 meter, carrying a UDL as shown. That is, ഒരു ഹാഫിൽ 5 kilonewton per meter ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. സോ വി എ വി ബി റിയാക്ഷൻസ്, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അകത്തേക്ക് എച്ച്. ഓക്കെ, സോ എച്ച് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ, നമുക്ക് ആദ്യം റിയാക്ഷൻസ് വേണം. റിയാക്ഷൻസ് നമുക്ക് WL/2 എന്ന് എടുക്കാൻ പറ്റില്ല. വി എ ആൻഡ് വി ബി നമ്മൾ കണ്ടുപിടിക്കണം സെപ്പറേറ്റ് ആയിട്ട്, കാരണം ടോട്ടൽ അല്ല 5 kilonewton per meter. സോ നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ എം അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. ഐദർ എം അബൌട്ട് എ ഓർ എം അബൌട്ട് ബി ഈസ് ഈക്വൽ ടു 0 ചെയ്യാം. സോ എം അബൌട്ട് എ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ വി ബി ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് മൈനസ് 5 ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് ബൈ 2. അപ്പോൾ വി ബി കിട്ടും. വി ബി ഇൻറ്റു 50 മൈനസ് 5 ഇൻറ്റു 25 ഇൻറ്റു 25 ബൈ 2 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് വി ബി കിട്ടും. വി ബി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് സിഗ്മ മൊമെൻ്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു 0 ചെയ്യാം. യു ക്യാൻ കൺസിഡർ RHS equilibrium ബിക്കോസ് നമുക്ക് വി ബി ആണ് കിട്ടിയത്. സോ വി ബി ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് മൈനസ് എച്ച് ഇൻറ്റു 12.5 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എച്ച് കിട്ടും. VB into 25 minus H into 12.5 is equal to 0. From that you will get H is equal to 62.5. Now we'll see the next problem, that is a circular arch on a 3-hinge circular arch. Hinged at the springing and crown points has a span of 40 meter. So 3-hinged circular arch on a 3 hinged. Span is 40 meter. A and B in തമ്മിലുള്ള distance is 40 meter. Central rise 10 meter. So rise is 10 meter. Carries a UDL of 15 kilonewton per meter over the left half of the span. So left half 15 kilonewton per meter ഉണ്ട് 20 meter span. ഇനി അടുത്തത് പറഞ്ഞേക്കണേ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 70 kilonewton at the right quarter span. 70 kilonewton ലോഡ് റൈറ്റ് ക്വാർട്ടർ സ്പാനിലുണ്ട്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 40. ക്വാർട്ടർ സ്പാൻ മീൻസ് 1/4. സോ 1/4 ഇൻറ്റു 40. അതിൽ നിന്ന് 10 meter സ്പാനിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻസ് അറ്റ് ദി സപ്പോർട്ട്സ് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് റിയാക്ഷൻ അറ്റ് എ. ഇവിടെ സിമെട്രിക് ലോഡിംഗ് അല്ല, സോ വി എയും വി ബിയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ RA RB കണ്ടുപിടിക്കണം ആൻഡ് ദി ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? നോർമൽ ത്രസ്റ്റ്, അതായത് ക്യാപിറ്റൽ N. പിന്നെ ഷിയർ, ദാറ്റ് ഈസ് Q. സോ ഇത്രയും കണ്ടുപിടിക്കണം. സോ വി എ വി ബി കണ്ടുപിടിക്കാൻ നേരത്തെ സ്റ്റെപ്പ് പോലെ സിഗ്മ എം അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് വി ബി കിട്ടും. പിന്നെ അടുത്ത സ്റ്റെപ്പ് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0. വി എ പ്ലസ് വി ബി മൈനസ് 15 ഇൻറ്റു 20 മൈനസ് 70 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് വി എ കിട്ടും. സോ വി എ വി ബി കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. ഫോർ ദാറ്റ് സിഗ്മ എം അബൌട്ട് സി ഇസ് ഈക്വൽ ടു 0. ഒന്നില്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ലോഡ് കുറവ്, സോ യു ക്യാൻ ടേക്ക് റൈറ്റ് ഹാൻഡ് സൈഡ്. സോ വി ബി ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് 20 മൈനസ് 70 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എച്ച് കിട്ടും. ഓക്കെ, എച്ച് കിട്ടി. ഇനി നമുക്ക് RA എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. സോ അതിൽ നിന്ന് RA കിട്ടും. റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. തീറ്റ ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വി എ ബൈ എച്ച്. അതിൽ നിന്ന് തീറ്റ കിട്ടും. സോ രണ്ടും 2 ആംഗിൾസ് ആയിരിക്കും, കാരണം റിയാക്ഷൻസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ RB എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. സോ വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. RB 224.68 കിട്ടും. തീറ്റ ബി ഇസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വി ബി ബൈ എച്ച്. സോ തീറ്റ ബിയും കിട്ടി. സോ റിയാക്ഷൻസ് കിട്ടി, ഹൊറിസോണ്ടൽ ത്രസ്റ്റും കിട്ടി. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി നോർമൽ ത്രസ്റ്റ്. സോ നോർമൽ ത്രസ്റ്റ് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റയാണ്. സോ വി എന്ന് എച്ച് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിയർ അറ്റ് ദി പോയിന്റ് ഡി ആണ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? നോർമൽ ത്രസ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 10 meter ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ടാണ്. സോ ഇവിടെ നിന്ന് 10 meter അവിടെയുള്ള വെർട്ടിക്കൽ ഷിയർ ആണ് വി എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ വി കണ്ടുപിടിക്കണം. സോ ഇവിടുത്തെ വെർട്ടിക്കൽ ഷിയർ എത്രയാണ്? ദാറ്റ് വിൽ ബി വി എ മൈനസ് 15 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 10. സോ വി എ മൈനസ് 15 ഇൻറ്റു 10 ആയിരിക്കും ക്യാപിറ്റൽ വി വരുന്നത്. ദാറ്റ് ഈസ് 92.5 kilonewton. സോ വി കിട്ടി.
പിന്നെ സൈൻ തീറ്റ പ്ലസ് എച്ച് ഇൻറ്റു കോസ് തീറ്റ. സോ തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് ഓഫ് ഓൾ തീറ്റ എന്ന് പറയുന്നത് ദിസ് ആംഗിളാണ്. ഓക്കെ, ആ പോയിന്റ് വരെയുള്ള ആംഗിളാണ്, ഈ ആംഗിളാണ് തീറ്റ. സോ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം റേഡിയസ് ഓഫ് കർവേച്ചർ വേണം, r വേണം. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് r യൂസിങ് ദിസ് equation. yc ഇൻറ്റു 2r മൈനസ് yc ഈസ് ഈക്വൽ ടു L/2 ഇൻറ്റു L/2. നമ്മൾ പകുതി എടുത്തില്ലേ സർക്കുലർ ആർച്ചിൽ. സോ ദാറ്റ് ഈസ് യൂസിങ് ദ സിമെട്രി. CD ഇൻറ്റു DO ഈസ് ഈക്വൽ ടു AD ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. സോ അതാണ് ഈ ചെയ്തത്. സോ YC നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, എല്ലാം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് R ഇസ് ഈക്വൽ ടു 25 മീറ്റർ എന്ന് കിട്ടും. പിന്നെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ദി ഫിഗർ വാട്ട് ഇസ് സൈൻ തീറ്റ? ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ 20 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആണ്. സോ 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ R. സോ അതിൽ നിന്ന് തീറ്റ കിട്ടും. വൺസ് യു ഗെറ്റ് തീറ്റ, വെർട്ടിക്കൽ ഷിയർ V നമുക്ക് കിട്ടും. വെർട്ടിക്കൽ ഷിയർ V is equal to 92.5 kilonewton എന്ന് കിട്ടും. വൺസ് വി ഗെറ്റ് വെർട്ടിക്കൽ ഷിയർ, നോർമൽ ത്രസ്റ്റ് N എന്ന് പറയുന്നത് V sin theta പ്ലസ് H cos theta ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ V, H ആൻഡ് തീറ്റ. പിന്നെ റേഡിയൽ ഷിയർ Q എന്ന് പറയുന്നത് V cos theta മൈനസ് H sin theta ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ V cos theta ആൻഡ് H. So next question is same as the previous question. A 3-inch circular arch of span 20 meter has a rise of 5 meter. The arch is loaded with a point load of 10 kilonewton at a horizontal distance of 5 meter from the left support. Determine the horizontal thrust, 2 end reactions and the bending moment under the load. So ഇവിടെ ഒരു horizontal load മാത്രമേ ഉള്ളൂ. Is a load of 10 kilonewton vertical load at the point D. So you are asked to calculate the horizontal thrust, that is H, the 2 end reactions, that means RA and RB. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അണ്ടർ ദി ലോഡ്. സോ ഈ പോയിന്റ് ഡിയിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വിൽ ഡു ദി റിയാക്ഷൻസ് ആൻഡ് വിൽ ഫൈൻഡ് ദ റിയാക്ഷൻസ് ആൻഡ് ദി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് സെയിം ആസ് ദി പ്രീവിയസ് 2 പ്രോബ്ലംസ്. ദാറ്റ് ഈസ് ആദ്യം വി എ കണ്ടുപിടിക്കും. സിഗ്മ മൊമെൻ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 വെച്ചിട്ട് വി ഫൈൻഡ് ഔട്ട് വി ബി. പിന്നെ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 വെച്ചിട്ട് വി എ കണ്ടുപിടിക്കും. പിന്നെ സിഗ്മ എം അബൌട്ട് ദ central point C is equal to 0 വെച്ചിട്ട് we will find out the horizontal thrust. Okay, we will find the horizontal thrust as 5 kilonewton. പിന്നെ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്, കാരണം വേറെ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. സോ രണ്ട് എൻഡിലും എച്ച് സെയിം ആയിരിക്കും, എച്ച് എയും എച്ച് ബിയും സെയിം ആയിരിക്കും. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആർ എ ആൻഡ് ആർ ബി. റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് വി എ സ്ക്വയർ ഇസ് ആർ എ ആൻഡ് റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ആർ ബി. തീറ്റ എയും തീറ്റ ബിയും കണ്ടുപിടിക്കാം. tan inverse of VA by H and theta B is tan inverse of VB by H. പിന്നെ അടുത്തത് ചോദിച്ചേക്കുന്നത്, സോ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കഴിഞ്ഞു, 2 എൻഡ് റിയാക്ഷൻസ് കഴിഞ്ഞു. പിന്നെ ചോദിച്ചിരിക്കുന്നത് ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദി ലോഡാണ്. സോ അറ്റ് ദി പോയിന്റ് ഡിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഇഫ് യു ആർ ടേക്കിംഗ് വി എ ഇൻറ്റു എച്ച്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വി എ ഇൻറ്റു ഡിസ്റ്റൻസ് 5 മീറ്റർ മൈനസ് എച്ച് ഇൻറ്റു ദിസ് ഹൈറ്റ്, ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു വൈ. സോ നമുക്ക് അതിന് മുന്നേ വൈ കിട്ടണം. സോ വൈ കിട്ടാൻ വേണ്ടിയിട്ട് we can write yc into 2r minus yc is equal to L/2 into L/2. We have the equation. So yc തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 5 മീറ്റർ. L/2 തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട് 220 മീറ്റർ. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് R is equal to 12.5 കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് തീറ്റയാണ്. സോ ദിസ് തീറ്റ ആംഗിൾ വേണം, ദാറ്റ് ഇസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ദിസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആർ. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മൈനസ് 5 ആയിരിക്കും. സോ തീറ്റ ഇസ് ഈക്വൽ ടു 23.58. പിന്നെ ഉള്ളത് ആൽഫയാണ്. സോ ആൽഫ ഇസ് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു, ഈ ട്രയാങ്കിൾ എടുക്കുക, സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ദിസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആർ. ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് അഗെയിൻ 10 മീറ്റർ ഡിവൈഡഡ് ബൈ ആർ. സോ അതിൽ നിന്ന് ആൽഫ കിട്ടും.
So bending moment at D is VA into 5 minus H into Y. So Y is R into cos theta minus cos alpha ആണ് Yയുടെ equation, which we have already derived in circular arches. So R substitute ചെയ്യുക, theta substitute ചെയ്യുക, alpha substitute ചെയ്യുക. So you will get Y. So bending moment ഇവിടെ VA നമുക്കറിയാം, H അറിയാം, Y അറിയാം. Substitute ചെയ്യുക, you will find out, you will get the value of bending moment. Next question is also similar to the second question, so you can do it as homework. It is a similar question. You are asked to calculate the reactions at the crown and moment at 5 meter from the support, similar to the previous question. Next question is a 3-hinge semicircular arch. Okay, it is a semicircular arch of radius r. So this is a semicircular arch, so this radius also will be r, since it is a semicircular. Circular ആവുമ്പോൾ എന്ത് പറ്റും, അത് 2r ആവും. സെമിസർക്കുലർ ആവുമ്പോൾ ഈ പോർഷൻ r ആയിരിക്കും. So this will be r, this will be r, and this will be r. Carrying a UDL of intensity W per meter over the whole length. Okay, horizontal span totally W per meter length UDL act ചെയ്യുന്നുണ്ട്. Determine the reaction at the supports and the maximum bending moment in the arch. So ഇവിടെ നമുക്ക് സ്പാൻ എന്ന് പറയുന്നത് R പ്ലസ് R ആണ്, 2R ആണ് സ്പാൻ വരിക. സോ VA ആൻഡ് VB ഹോൾ UDL ആയതുകൊണ്ട് W ഇൻറ്റു L/2 ആണ്, ദാറ്റ് ഈസ് W ഇൻറ്റു 2R/2, വിച്ച് ഇസ് ഈക്വൽ ടു WR ആണ് റിയാക്ഷൻസ്. സോ VA VB കിട്ടി, പിന്നെ സിഗ്മ M/C ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ H കിട്ടും. VB ഇൻറ്റു R മൈനസ് H ഇൻറ്റു R മൈനസ് W ഇൻറ്റു R ഇൻറ്റു R/2 ഈസ് ഈക്വൽ ടു 0, അതിൽ നിന്ന് H കിട്ടും. പിന്നെ വി നോ X is equal to R minus R sin theta and Y is equal to R cos theta from the figure. What is X? ഇതാണ് X എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ X എടുത്തത്. സോ X is equal to ഇവിടെ നിന്ന് ഇവിടം വരെ R ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് R sin theta. സോ R മൈനസ് R sin theta ആണ് X. Y എന്ന് പറയുന്നത് R cos theta ആണ് ഈ ഫിഗറിൽ നിന്ന്. സോ M at the point D എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട്സ് ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. VA VB H കണ്ടുപിടിച്ചു. ഇനി നമുക്കുള്ളത് മൊമെൻ്റ് ആണ്. ഇഫ് യു വോണ്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് RA ഓൾസോ. ഓക്കെ, മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻ്റ് കണ്ടുപിടിക്കാനായിട്ട് MD അറ്റ് ദാറ്റ് പോയിൻ്റ് MD നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിൻ്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സും വൈയും. ഇനി ആ MD എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് VA ഇൻറ്റു എക്സ് മൈനസ് H ഇൻറ്റു വൈ ആണ്. സോ എക്സും വൈയും നമുക്ക് കിട്ടി. H ഇൻറ്റു വൈ മൈനസ് W ഇൻറ്റു എക്സ് ഇൻറ്റു X/2. സോ അവിടെ എച്ചിനും എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി മൊമെൻറ്റ് ആസ് WR²/2 ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് വരും. ഇനി അതിനെ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ മാക്സിമം മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു മാക്സിമൈസ് സംതിങ് വാട്ട് വി നീഡ് ടു ഡു, ഡിഫറൻഷിയേറ്റ് ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി വേരിയബിൾ ആൻഡ് ഇക്വേറ്റ് ഇറ്റ് ടു 0. സോ dmx/d(θ) is equal to 0 ചെയ്യാം. സോ വിത്ത് റെസ്പെക്ട് ടു തീറ്റേനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 2 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് രണ്ട് കണ്ടീഷൻ പോസിബിലിറ്റീസ് ആണുള്ളത്. ഐദർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഓർ 1 മൈനസ് 2 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ തീറ്റ 0 ആയിപ്പോവും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. From the figure, which is not possible, theta 0 ആവാൻ പറ്റില്ല. സോ other option is 1 minus 2 cos theta is equal to 0. അതിൽ നിന്ന് theta 60 degree കിട്ടും. So MD will be WR²/2 into 1 minus cos 60 minus sin square 60. തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മാക്സിമം മൊമെൻറ്റ് you will get it as minus WR²/8. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കാണാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ 3-hinge parabolic arch hinged at the supports and at the crown has a span of 25 meter and a central rise of 5 meter. So central rise of 5 meterum, span at 25 meter. It carries concentrated loads of 40 kilonewton at 18 meter from the left support. So left support എന്ന 18 മീറ്ററിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട് 40 kilonewton. പിന്നെ
UDL of 20 kilonewton per meter over the left half portion. So left half-ൽ മുഴുവനും 20 kilonewton per meter-ലുള്ള UDL ഉണ്ട്. Determine the moment, thrust and radial shear at a section 6 meter from the left support. So ഇവിടെ ലോഡിംഗ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, സെയിം സ്റ്റെപ്സ് ആണ്. ആദ്യം തന്നെ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക, VA-VB റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ദാറ്റ് സിഗ്മ എം അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. സോ അതിൽ നിന്ന് VB കിട്ടും. പിന്നെ സിഗ്മ V ഈസ് ഈക്വൽ ടു 0 എന്ന് VA കിട്ടും. പിന്നെ സിഗ്മ എം അബൌട്ട് C ഈസ് ഈക്വൽ ടു 0 എന്ന് H കിട്ടും. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പാരബോളിക് ആർച്ചാണ്. സോ പാരബോളിക് ആർച്ചാകുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഉള്ളത് YD ഈസ് ഈക്വൽ ടു 4YC ഇൻറ്റു എക്സ് ഇൻറ്റു L മൈനസ് എക്സ് ബൈ L സ്ക്വയർ ആണ് നമുക്ക് ഇക്വേഷൻ ഉള്ളത്. സോ YHD എന്ന് പറയുന്നത് Y at any point is equal to this equation. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. YC തന്നിട്ടുണ്ട്, X 6 മീറ്റർ തന്നിട്ടുണ്ട്, L ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ YD കിട്ടും. സോ വാട്ട് വിൽ ബി MD വിൽ ബി VA ഇൻറ്റു 6 മൈനസ് H ഇൻറ്റു YD. സോ മൈനസ് 20 ഇൻറ്റു 6 ഇൻറ്റു 6/2. സോ അതിൽ നിന്ന് H ഇൻറ്റു YD. സോ H നമുക്കറിയാം, VA അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M at D കിട്ടും. സോ ഡിറ്റർമൈൻ ദി മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ത്രസ്റ്റ് ആണ്. ത്രസ്റ്റ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കണം. നോർമൽ ത്രസ്റ്റ് V sin theta plus H cos theta ആൻഡ് റേഡിയൽ ഷിയർ ആണ് ചോദിച്ചേക്കുന്നത്. റേഡിയൽ ഷിയർ ഇസ് V cos theta minus H sin theta. സോ V എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിയർ D ആണ്. ദാറ്റ് ഈസ് VA മൈനസ് 20 ഇൻറ്റു 6. VA മൈനസ് 20 ഇൻറ്റു 6 78.7 കിട്ടും. പിന്നെ തീറ്റ കണ്ടുപിടിക്കണം. V കിട്ടി, H അറിയാം, തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇത് പാരബോളിക് ആർച്ചാണ്. നമുക്ക് Yക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഈ dy/dx ആയിരിക്കും. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു YCക്കും Lനും Xനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അതിൽ നിന്ന് തീറ്റ കിട്ടും. വൺസ് യു ഗെറ്റ് തീറ്റ, N ഇസ് ഈക്വൽ ടു V സൈൻ തീറ്റ പ്ലസ് H കോസ് തീറ്റ. Hനും Vക്കും തീറ്റയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് റേഡിയൽ ഷിയറും കണ്ടുപിടിക്കുക. സോ ദിസ് ഇസ് ദി ക്വസ്റ്റ്യൻ.